സദ്വേഷണം നമ്മൾ പുതിയൊരു സംഘടന കൂടി രൂപീകരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ നിയമങ്ങളിലൊന്നായ നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷേ ഈ നിയമത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ വലിയ പരിജ്ഞാനമില്ല. നിയമത്തിൻ്റെ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അത് എന്തിനു വേണ്ടിയാണെന്നതിനെക്കുറിച്ചും ഒന്നും പൊതുജനങ്ങൾക്ക് വേണ്ടത്ര ഒരു ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളായാലും കൊള്ളാം, സർക്കാർ സംവിധാനത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്കത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ വിവരാവകാശം ഞാൻ ഇത് അപേക്ഷകൾ അയക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2016 മുതലാണ്. 2016 മുതലെന്ന് പറഞ്ഞാൽ ശാന്തിഗിരിയിൽ ഞാൻ സെക്യൂരിറ്റി മാനേജറായിട്ട് ഇരുന്നപ്പോൾ DGPക്ക് അവിടെ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ DGPക്ക് ഒരു പരാതി നൽകി. അന്നത്തെ ലോകനാഥ് ബെഹ്റ സാറായിരുന്നു അന്ന് DGP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇപ്പോൾ കണ്ട് അദ്ദേഹത്തിന് നേരിട്ടൊരു പരാതി നൽകുകയും ആ പരാതി തൊട്ട് ഞാൻ നിയമയുദ്ധങ്ങൾ പല രീതിയിൽ ഇവരുമായിട്ട് നടത്തുകയുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സർക്കാർ സംവിധാനങ്ങളിൽ ഇവർക്കെതിരെ ഇവർ ചെയ്തിരിക്കുന്ന ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള രേഖകൾ സമാഹരിക്കേണ്ട ആവശ്യകത ഉണ്ടായി, പല നിയമപരമായ കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ നിയമപരമായിട്ട് എന്താ പറയുക, ഈ പറയുന്ന വിവരാവകാശം ഞാൻ പലരിൽ നിന്നും പഠിച്ച് അത് എങ്ങനെയാണ് അതെല്ലാം വിനിയോഗിക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ രേഖകളെല്ലാം സ്വായത്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് പൊതുജനത്തിനും കൂടി മറ്റുള്ളവർക്കും കൂടി പകർന്നു നൽകുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ട പലരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അത് സംഘടന രൂപീകരണത്തിലേക്ക് എത്താൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ IAS ഓഫീസറായിരുന്ന പ്രശാന്ത് നായർ എന്ന് പറയുന്ന കളക്ടർ ബ്രോ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം ഒരു ബുക്ക് ഈ വിവരാവകാശ നിയമത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വിവരാവകാശത്തെക്കുറിച്ച് എഴുതിയ ബുക്കാണിത്, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂകൾ കണ്ട് ആ ഇൻ്റർവ്യൂകളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഒരു വിവരാവകാശം അപേക്ഷ അയച്ചാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്തെല്ലാം രീതിയിലാണ് അത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ വിവരാവകാശ അപേക്ഷകൾ അയക്കാൻ വേണ്ടി. കാരണം അതിലൊരുപാട് ലൂപ്പ് ഹോളുകളുണ്ട്. കാരണം നമ്മൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി തരും, അല്ലെങ്കിൽ നമ്മൾക്ക് പൂർണ്ണമല്ലാത്ത മറുപടി തരും, അല്ലെങ്കിൽ അവ്യക്തമായ മറുപടി തരും. പക്ഷേ ഇതിനെയൊക്കെ കണ്ണിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു വിവരാവകാശ അപേക്ഷ അയക്കാൻ. മനസ്സിലായില്ലേ? കാരണം സർക്കാർ സംവിധാനത്തിൽ നിന്ന് നമുക്ക് ആ രേഖകൾ കിട്ടാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു വിവരാവകാശ അപേക്ഷ അയച്ചെന്നും പറഞ്ഞ് നമുക്കതിൽ നിന്ന് ഇത് കിട്ടത്തില്ല. അപ്പോൾ ഞാനിത് കൂടുതൽ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ശാന്തിഗിരിയുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനാണെങ്കിൽ ആയിട്ടാണ് ഞാനിത് കൂടുതൽ വിവരാവകാശങ്ങൾ അയച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നിയിട്ടാണ് ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചതും. ഈ ബുക്കിനെ കുറിച്ച് ഞാൻ എന്താ പറയുക 2 ദിവസം കൊണ്ട് ഈ ബുക്ക് വായിച്ചു തീർന്നു. വളരെ മനോഹരമായ ബുക്കാണിത്. മനസ്സിലായത്? കാരണം അപ്പോൾ ആ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇതിലൊരുപാട് ആൾക്കാർക്ക് നമ്മൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന, ഇപ്പം ഞാനൊരു 10 വർഷമായി ഈ മേഖലയിൽ ഈ വിവരാവകാശ അപേക്ഷ അയക്കാൻ തുടങ്ങിയിട്ടും അതിൻ്റെ രേഖകൾ സമ്പാദിക്കാനും, ആദ്യം വിവരാവകാശ അപേക്ഷ SPIOക്കും അല്ലെങ്കിൽ SPIO അല്ലെങ്കിൽ CPIO എന്ന് വെച്ചാൽ സ്റ്റേറ്റിലാണെങ്കിൽ SPIO എന്നും പറഞ്ഞാണ്, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അത് സെൻട്രലാണ്, പിന്നെ കേന്ദ്രത്തിലാണെങ്കിൽ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇങ്ങനെ വെച്ച് വേണം നമ്മൾ, രണ്ടും 2 പ്രൊസീജിയറാണ്, 2 രീതിയിലാണ് ഇത് അയക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാരെ ബോധവൽക്കരിക്കുകയും ഈ രേഖകൾ കൊണ്ട് നമുക്ക് സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നെല്ലാം ഈ ബുക്കിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. മനസ്സിലായി? കാരണം സമരങ്ങൾ കൊണ്ടോ രക്തച്ചൊരിച്ചിൽ കൊണ്ടോ എന്താ പറയുക, അതുകൊണ്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ വിവരാവകാശ അപേക്ഷയിൽ നമ്മുടെ പേനത്തുമ്പ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായ കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹം നമ്മൾ ഒറ്റക്ക് നിന്ന് ഇത് ചെയ്യുന്നതിനേക്കാളും കൂട്ടമായിട്ട് നിന്ന് ചെയ്യുന്നതിൻ്റെ പവർ എന്താണെന്നുള്ളതും അദ്ദേഹം ഇതിൽ എന്താ പറയുക ചെറുകഥകൾ രൂപേണ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഘടന പിന്നെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ എന്താ പറയുക സമൂഹത്തിന് തന്നെ ഗുണകരമാകുന്ന ഒരു രീതിയിലേക്ക്
ഇത് ആൾക്കാരെ ബോധവൽക്കരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രേഖ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതേസമയം വിവരാവകാശ നിയമപ്രകാരം ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിൽ നിന്നുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും, പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തരാൻ പാടില്ലാത്ത രേഖകൾ കിട്ടത്തില്ല. അതേ സമയത്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. പോലീസ് സ്റ്റേഷനായാലും കൊള്ളാം, സ്കൂളുകളായാലും കൊള്ളാം, കോളേജുകളായാലും കൊള്ളാം, സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ സ്ഥലത്തും ഇതിലൂടെ എന്ന് പറഞ്ഞാൽ അഴിമതി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് റോഡ് പണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ഈ സംഘടന ഫോം ചെയ്യുന്നു. ഇപ്പം തൽക്കാലം കേരളത്തിലാണ് നമ്മൾ 14 ജില്ലകളിലും നമ്മളത് യൂണിറ്റുകളായിട്ട് ഫോം ചെയ്ത് അതിനുശേഷം പ്രാദേശികമായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എല്ലാവരുമായിട്ടും കൈകോർത്തുകൊണ്ടാണ് നമ്മളിതിന് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ജനോപകാരപ്രദമായ ഒരു വലിയൊരു മുന്നേറ്റം ഈ വിവരാവകാശ പരിജ്ഞാനം പൊതുജനത്തിന് കൊടുക്കുന്നതിലൂടെ നേടാൻ കഴിയുമെന്നുള്ളതാണ്. മനസ്സിലായ? അപ്പോൾ ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് വാങ്ങിച്ച് വായിക്കാൻ പറ്റുന്നവർ ഇത് വായിച്ചാൽ നന്നായിരിക്കും. അതുതന്നെയല്ല, എന്തിനു വേണ്ടിയാണ് ഈ സംഘടന, ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ പൊതുജനത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനു കൂടി വേണ്ടിയാണ്. അല്ലാതെ ഇതിലൂടെ മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. പൊതുജന പങ്കാളിത്തത്തോടെ ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിലേക്ക് നമുക്ക് പകർന്നു നൽകാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊരു ഉദ്യമത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. സദ്വിശർമ്മ.